ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്നും കുറച്ച് കാശൊക്കെ ഗ്രൈൻഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോത്തെ പോലെയല്ല, ഞാൻ ഷെൽഫ് നൈസായിട്ടൊന്ന് മാറ്റി സകല സാധനങ്ങളും ഞാൻ കുറേയൊക്കെ സ്റ്റോക്ക് തീർന്നു. ഞാൻ സ്റ്റോക്ക് തീർത്തുകൊണ്ടിരിക്കുക ഇപ്പോൾ. അപ്പോൾ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസൈൻ മാറ്റി, പക്ഷേ ഇതും എനിക്ക് അങ്ങോട്ടൊരു ഇതായിട്ടില്ല. ഇത് ലാസ്റ്റ് എനിക്കൊരു ഐഡിയ ഇട്ടെന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്ന ഷെൽഫില്ലേ, ഇത് ഒരു ഷെൽഫും കൂടി നീളത്തിലാക്കിയിട്ട് ഇടാൻ 3 വരി അങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോയിൽ അതും പിന്നെ ലൈക്ക് നമുക്ക് ഫുൾ സാധനങ്ങളൊന്നും സ്റ്റോർ ചെയ്യാണ്ട് ഞാൻ കട തുറന്നതിൻ്റെ ശേഷം ലൈക്ക് ഉള്ള സാധനം വിറ്റ് പോട്ടെ. അതിനനുസരിച്ച് ഞാനേ ഇത് ഉള്ള സാധനത്തിൻ്റെ ഷെൽഫൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്തിടാൻ പോയി. സ്റ്റോക്ക് ഉള്ളതിൻ്റെ ഇവിടെ വന്നിട്ട് അവന്മാരെടുത്തോട്ടെ. അവിടെ നിർത്തോളൂ. എൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഇതെടുത്ത് മാറ്റണം. ഇതെടുത്ത് മാറ്റാൻ മീൻസ് ഇത് ഇങ്ങനെ ആക്കണം. ഒപ്പം കൊടുന്നിട്ട് ഇത് നീളത്തിലാക്കണം. അതാണ് നമ്മളെ ഇന്നത്തെ പരിപാടി. പിന്നെ ഒരു കാണിച്ചില്ല. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് കാശ് പൊട്ടിക്കാനുണ്ട്. ഒരു 10,000 രൂപ ആക്കിയിട്ട് ഞാനിന്ന് അങ്ങോട്ട് സ്പെൻഡ് ചെയ്യാൻ പോവേ. സാധനം വാങ്ങിക്കാൻ മാത്രം ഒരു 10,000 രൂപ. അതിന് ചില പ്രൊഡക്റ്റ് ലൈസൻസ് കൊടുക്കും. പ്രൊഡക്റ്റ് ലൈസൻസ് എടുത്താൽ നമുക്ക് വലിയ പ്രശ്നമില്ല. ഷെൽഫ് കാരണം നമുക്ക് കുറേ ഷെൽഫ് ഉണ്ടേ. പിന്നെ ഫ്രിഡ്ജിൻ്റെതാണ് എനിക്ക് ലൈക്ക് ഒരു പ്രശ്നമുള്ളത്. പക്ഷേ കുഴപ്പമില്ല. ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ സ്പേസ് ഉണ്ട്. ഇവിടെ നീളത്തിൽ നമുക്ക് ഫുൾ ഫ്രിഡ്ജ് ഇടണം. ഫുൾ ഫ്രിഡ്ജ് ഈ സൈഡിൽ. ഇനിയിപ്പോൾ ഫ്രീസറൊക്കെ വരും. പുതിയ ഇത് വരുമ്പോൾ പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കുമ്പോൾ ഫ്രീസർ വേണം. അത് വേറെ കാര്യം. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റ് എനിക്ക് നോക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ആവുന്നതിൻ്റെ മുമ്പാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഐ മീൻ പബ്ലിഷ് ആവുന്നതിൻ്റെ മുമ്പ്. ഓക്കെ, അപ്പോൾ ഇതുവരെ വന്നിട്ടുണ്ടാവില്ല വീഡിയോ. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ കമൻറ്റ് നോക്കിയിട്ട് ലൈക്ക് സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാവേ. അപ്പോൾ അതിൻ്റെ വീഡിയോ വരുന്നതിന് മുമ്പ് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നോക്കട്ടെ, നമുക്ക് ഇത് സെറ്റ് ചെയ്യണം. ഞാനിപ്പോൾ കുറേ നേരം ഇരുന്നിട്ട് ഞാൻ ലൈക്ക് ഈ സംഭവം സെറ്റ് ചെയ്തായിരുന്നു. എനിക്കൊരു ഇത് കിട്ടില്ല. ഇത് വലിയ കുഴപ്പമില്ല. ഇതൊരു പിന്നെ ഈ ലൈറ്റ് പ്രശ്നമാണ് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ? കേട്ടോ പൊന്നോ, പേടിച്ച് കണ്ടോ, ഭയങ്കര ലൈറ്റ് കൂടുതൽ. ഞാൻ ഈ ലൈറ്റൊക്കെ ഇതിൻ്റെ ഓരോന്നിൻ്റെ മോൾപാതക ആവശ്യമുള്ള രീതിയിൽ വെക്കാൻ പോവാ. ഇത് മൊത്തം ഞാൻ ഓരെടുക്കാൻ പോവാ. ലൈറ്റ് ഇത്രയധികം ലൈറ്റ് നമുക്ക് വേണ്ട. കറണ്ട് ബില്ലും കൂടും. പിന്നെ ലൈക്ക് ഭയങ്കര കത്തി നിൽക്കുന്നു. ഭയങ്കര പിടിച്ചോ. നമുക്കപ്പോൾ കറക്റ്റാണ് കേട്ടോ. ഷെൽഫ് അപ്പോൾ കറക്റ്റാ. നമ്മൾ ഓർഡർ അല്ല, നമ്മൾ പ്ലാൻ വെച്ചിട്ട് ഇപ്പോൾ ഉള്ള ഷെൽഫ് കറക്റ്റാ കൗണ്ട്. ഇനി പുതിയ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ വെക്കാനുള്ള സാധനമില്ല എന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇതാകുമ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ലുക്ക് ഉണ്ട്. കണ്ടോ, പുറത്ത് കാണുമ്പോൾ ഒരു ഇതുണ്ട്. ഞാൻ ഫ്രിഡ്ജും കൂടി അവിടെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ സെറ്റാണ്. ഇതൊക്കെ നമുക്ക് ബാക്കി ഓട്ടിടാം. ഇന്നൊക്കെ സാധനം കാര്യമാക്കണം. അതാണൊരു നമ്മളിത് വാങ്ങിക്കുന്നില്ല. അതിനൊക്കെ വില എത്ര? ഞാൻ കുറച്ചൊന്ന് കൂട്ടിയിരുന്നു. ഇതൊന്നും വേണ്ട. ഇന്ന് ഓഫർ. ഇത് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ചെറിയ ഫ്രിഡ്ജിൽ നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കണം. പാക്ക് ചെയ്യണ്ട. വേണ്ട പാക്ക് ചെയ്യണ്ട. ഇവിടെ ഒരു കാഷ്യറിനും കൂടി വെക്കാം നമുക്ക്. അല്ലെങ്കിൽ ഞാനവിടെ കാഷ്യറായിട്ട് നിൽക്കാം. അതാ നല്ലത്. ഫ്രണ്ടിൽ കുറച്ച് സ്ഥലം ഇട്ടേക്കാം. വി വാണ്ട് സം സ്പേസ്. ഫ്രിഡ്ജ് ഇന്നൊരു $10,000 ആക്കണം. പിന്നെ പ്രൊഡക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആവുന്ന ഡൗട്ടാണ്. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം നോക്കും. സ്റ്റോറേജ് റൂമൊക്കെ കാലിയാണ് കേട്ടോ. സ്റ്റോറേജ് റൂമൊക്കെ കാലിയാക്കി. ഞാൻ ഈ സാധനം അവൻ വീണ്ടും സ്റ്റോക്ക് കൂടെ നിൽക്കുന്നത്. അങ്ങനെ ഫയർ ചെയ്യാനൊന്നുമില്ല. ഞാൻ ഈ സാധനം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധനം തൽക്കാലത്തിന് താഴത്തോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ഇവിടെ ഇരുന്നോട്ടെ. എനിക്ക് ഉണ്ടല്ലേ. അതൊക്കെ സ്റ്റോക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഇഷ്ടം പോലെ. മുട്ടൊക്കെ തീർന്നു. ഓക്കെ,
ഓക്കെ ഫ്രിഡ്ജ് ഇത്രയുള്ള ഉള്ളൂ. അല്ല അപ്പത്തുണ്ട്. നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കേട്ടാ. ലൈക്ക് ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണോ ഇഷ്ടപ്പെട്ടത്, അതോ ഇതിൻ്റെ ലൈവിൻ്റെ ഈ വീഡിയോ ലൈവ് എന്ന് പറയുന്നത് ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ ചെയ്തതാണോ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഇപ്പം ചെയ്തതാണോ, അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ആക്കണോ പറയൂ. ഒരു പ്രശ്നമില്ല. ഓൾ സജഷൻസ് ആർ വെൽക്കം. ഇത് എന്നിട്ടും സ്ഥലം കുറവാണ്. സ്ഥലം കുറവാന്നല്ല, സ്ഥലം കൂടുതലാണ്. ചെക്കൗട്ട്സ് ആർ ഫുള്ളാ. സാധനം വാങ്ങിയിട്ടല്ലേ പോയത്? ആ വാ 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 അടിച്ചില്ല. ഓപ്പോ ഇനി എന്താണ്? എന്തെങ്കിലും തീർന്നിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കറൊക്കെ എടുത്ത് തരണം. സ്റ്റിക്കറൊക്കെ ഞാൻ ആദ്യം മുതൽ വെക്കാൻ പോവാ. ഓ ഇത് പാല് ഫുള്ള് തീർത്ത്. 4.2 2.3 മതി. എടുത്തോ. ഓഫറാണ്. 2.8 കൊണ്ടോക്കോ. ലാസ്റ്റ് നോട്ട 3.9 2.7 കൊണ്ടോക്കോ. എല്ലാം ഉണ്ട് ഇഷ്ടം. എന്ത് എത്തിച്ചു നോക്കുന്നു? 2.5 അല്ല വേണ്ട 4 പൊക്ക എടുത്തോ. സാധനം കൊണ്ടോക്കോ. 1.8 ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്. ഓ ഇത് കണ്ടോ കേട്ടോ. ലൈറ്റ് ഇട്ടാ കൊത്തി നോക്കും. ഒല്ല വിളിച്ചും ഓവർ വിളിച്ചത് എല്ലാം ഊരെടുക്കാൻ പോയി ഞാൻ. സകല സാധനം ഞാനൊന്ന് ഊരെടുക്കും. ലൈറ്റ് ഫാമിംഗ് സിമുലേറ്റർ കളിക്കാൻ ആരോ പറഞ്ഞിരുന്നു. ഒരു ഫാമിംഗ് സിമുലേറ്റർ കളിക്കാനാണ്. പക്ഷെ ഫാമിംഗ് സിമുലേറ്റർ അതിൻ്റെ ഭയങ്കര റേറ്റ് അതിന്. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ, അത് കളിച്ചാലും പരിചയമില്ല. നോക്കാം നമുക്ക് ഇതൊന്ന് ഒതുങ്ങട്ടെ, എന്നിട്ട് നമുക്ക് അതിലോട്ട് കയറാം. ഇല്ല ഇനി അങ്ങോട്ട് ഗെയിം തന്നെ, ഇനി അങ്ങോട്ട് സിമുലേറ്ററും സ്റ്റോറി. പക്ഷേ എങ്ങനെ ചെയ്യുന്ന എനിക്കൊരു ഐഡിയ ഇല്ല. സ്റ്റോറി താല്പര്യം ഉണ്ടോ കാണാൻ? സ്റ്റോറി ഗെയിംസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. സ്റ്റോറി ഗെയിംസ് ചെയ്ത് നല്ലതുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യൂ. അങ്ങനെ സീരീസ് പോലെ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഓൾറെഡി ലൈവിൽ ബാറ്റ്മാൻ ചെയ്യുന്നുണ്ട്. ബാറ്റ്മാൻ ശരിക്കും താല്പര്യം. ബാറ്റ്മാൻ കുറച്ച് പ്രശ്നമാണ് കളിക്കാൻ, കുറച്ച് ടാസ്ക്കാണ്. ഇത് കട മൊത്തം കാലി ചെയ്തുകൊണ്ട് എല്ലാവരും നെഗറ്റീവ് അടിക്കുക. കസ്റ്റമേഴ്സ് കുറയുവാണോ നെഗറ്റീവ് അടിച്ചാൽ? ഞാൻ ലെവൽ 31 കേട്ടാ, സ്റ്റോർ ലെവലിൻ്റെ. ഇത് എനിക്ക് താല്പര്യമില്ല. അവൻ്റെ അടുത്ത് ഞാൻ ഇവിടെ നോക്കാം. കുറച്ച് സ്ഥലം ഉണ്ടായിക്കോട്ടെ, അവർക്ക് ക്യൂ നിൽക്കാനുള്ള സ്ഥലം വേണം. ഓക്കെ സെറ്റ്. കുറച്ച് ആസിൻ്റെ. അപ്പോൾ ഞാൻ ഈ ലൈറ്റൊക്കെ അങ്ങോട്ടേ ഒരെടുക്കും. ലൈറ്റ് അവനക്കൊരു ലൈറ്റ് ഇരുന്നോട്ടെ. അയ്യോ എല്ലാം ഒരെടുക്കട്ടെ. ഇത് ഒടുക്കത്തെ വിളിച്ചോ? ഇതൊക്കെ കണ്ട ഈ റിഫ്ലക്ഷൻ അടിക്കുന്നതാവണം നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നത്. എടാ ഇങ്ങോട്ട് വാട ലൈറ്റ്. നീ നമുക്ക് സാധനങ്ങൾ കാണുന്ന രീതിയിൽ ലൈറ്റ് വെച്ച് കൊടുക്കാം. സാധനങ്ങൾക്ക് മാത്രമായിട്ട് ലൈറ്റ്. അപ്പോൾ ഞാൻ ഈ ലൈറ്റൊക്കെ ഒന്ന് ഓരെടുത്തിട്ട് വരാവേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ലൈറ്റും കാണൊക്കെ ഓരെടുത്തിട്ടുണ്ട്. ഇത്രയും ലൈറ്റ് ഓരെടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് റൂമിലും ഉണ്ട്. പക്ഷെ സ്റ്റോറേജ് റൂമിൽ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഇത് എവിടെ ഓരാൻ പറ്റില്ലേ? ഇത് നമുക്ക് ഇങ്ങനെ വെക്കാം. നമുക്ക് ഓരെടുക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് അതിൻ്റെ ഇങ്ങനെ മൂവ് ചെയ്യാം.
ഒരെണ്ണൊക്കെ മതിയല്ലേ ഒരു ഷെൽഫിന്? എന്തിനാണ് ഇത്ര അധികം? ആ റിഫ്ലക്ഷൻ വരരുത്. റിഫ്ലക്ഷൻ വരുന്നതാണ് എനിക്ക് പ്രശ്നം. ഇവിടെ കിട്ടുന്നില്ല. അയ്യോ, കൊണ്ടുപോയി വിചാരിച്ചു ഞാൻ. ഇവിടെ പോയി നിൽക്കണം, എന്നാലേ കിട്ടുള്ളൂ. എന്ന് ഇത്ര അധികം വെളിച്ചം വേണ്ട, ഓവർ വെളിച്ചായാലേ. ഓക്കേ, ഒരു ഷെൽഫിന് ഒരു ലൈറ്റ്. എന്തിനാ ഇവിടെ ഒരു ലൈറ്റ് ഇരിക്കുന്നു? നിങ്ങൾക്കും ഒരു ലൈറ്റ് മതി. കുറവല്ലോ ഉണ്ടോ അവിടെ? ഓക്കെ, ഇതപ്പോൾ സെറ്റാണ്. ഇത്ര മതി ലൈറ്റ്. ഇവിടെ ലൈറ്റ് ഇരിക്കട്ടെ, വേണമെങ്കിൽ ഇവിടേക്കുള്ള നമുക്ക് വേറെ വാങ്ങിക്കാം. നടക്കലും ഒരു ലൈറ്റ്, അത്രേ ഉള്ളൂ. നോ മോർ ലൈറ്റ്സ് ഹിയർ. ഓക്കെ, ഗുഡ് ബോയ്സ്. നല്ല വിളിച്ചിട്ടുണ്ട് ഇവിടെ. ഇത്രയൊക്കെ വിളിച്ചാൽ മതി. ഇനിയാണ് ഇവിടുത്തെ പരിപാടി. ഇവിടെ ഇനി എനിക്കൊരു ലൈറ്റ്, അവനൊരു ലൈറ്റ്, എനിക്കൊരു ലൈറ്റ്. കറക്റ്റ് വിളിച്ചാണ്, വലിയ പ്രശ്നമില്ല. എൻട്രൻസിൽ ഒരു ലൈറ്റ്. ഇനിയാണ് പ്രൊഡക്ട്സിൻ്റെ ലൈറ്റ്. പ്രൊഡക്ട്സ് ലൈറ്റ്. ഓക്കെ, ആ പ്രൊഡക്റ്റിന് ലൈറ്റായി. ഓക്കെ, ഈ പ്രൊഡക്ട്സിന് ലൈറ്റായി. ഇതിനുമായി പക്ഷെ വിളിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ഇനി ഈ സൈഡിൽ എത്താനുള്ളത് വിളിച്ചു വരുന്നുണ്ട്. തെറ്റാണ്. എൻ്റെ പുതിയ തീരുമാനം തന്നെ. ഇത്ര കറണ്ട് ലാഭിക്കാന്നറിയോ അതൊക്കെ ആണെങ്കിൽ? അടുത്തടുത്താവും. വലിയ സീൻ്റെ ഒരു ഡിസൈൻ പോലെ അവിടെ ഇരുന്നോളൂ. നമുക്ക് ഈ ലൈറ്റ് ഇപ്പം ഉള്ള ലൈറ്റ് വെച്ചിട്ട് തന്നെ സംഭവം കളറാക്കാവുന്നതേ ഉള്ളൂ. നോക്കട്ടെ. ഗുഡ് ജോബ് പോയി. ഓ, ഫ്രിഡ്ജിന് വേണല്ലേ? അപ്പോൾ ലൈറ്റ് ഉണ്ട്. ഇപ്പം വെച്ച് ലൈറ്റ് ഫ്രിഡ്ജിൻ്റെ അടുത്ത് വിളിച്ചില്ല.
ഇപ്പോൾ കറക്റ്റാണ്. ഷെൽഫിലോട്ട് എല്ലാത്തിനും ആയി. ഇപ്പോൾ സ്റ്റോറേജ് റൂം സെറ്റായി വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ. ഒരെണ്ണം കൊണ്ടല്ല, ഈ ഒരെണ്ണം ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവെക്കും. അല്ല, 2 വേണം. ഇവിടെ ഒരു ലൈറ്റ് വെറുതെ ഇരുന്നോട്ടെ. ഒരെണ്ണം ഇവിടെ കൂടി ആയ സെറ്റ്. ഇനി നോ മോർ വെളിച്ചംസ്. എല്ലാം ഓൾ ഗുഡാണ്, ഓൾ ഗുഡ്. എത്ര വിളിച്ചൊക്കെ മതി. ഡയൻറ്റ് ഒരു സാറ്റിസ്ഫൈഡ് കസ്റ്റമറാ. $607. എവിടെ പെയ്ഡ് ഓട്ടോമാറ്റിക്കലി. റെൻറ്റും ബില്ലൊക്കെ ഓട്ടോമാറ്റിക് പെയ്ഡായി ചേട്ടാ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കട തുറക്കണതിൻ്റെ മുമ്പ് നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാം. ഒരു മിനിറ്റ്, ഞാൻ ഈ പെട്ടി എടുത്തിട്ട് തരാം. ഈ സാധനങ്ങളൊക്കെ തിരിച്ച് ഞാൻ പാക്കാക്കി വെക്കട്ടെ. പെട്ടി കയറ്റി വെക്കട്ടെ. എപ്പോൾ മനസ്സിലായി പെട്ടിയുടെ ഉപകാരം? ഇതാണ് ഞാൻ പറഞ്ഞ പെട്ടിയുടെ ഉപകാരം. ഓ ഇതിനാണ് ഞാൻ പെട്ടി ഇത്രയും കാലം സൂക്ഷിച്ചത്. ഇപ്പോൾ പെട്ടിലായിരുന്നെങ്കിൽ നമ്മൾ പുതിയ സാധനം വാങ്ങിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ സാധനമൊക്കെ എടുത്ത് തിരിച്ച് ഇതിലോട്ട് വെക്കാം. ഈ ഷെൽഫിൽ കയറ്റി വെക്കാം. അയ്യോടാ മോനെ, എടാ അവനിപ്പോൾ സ്റ്റോക്ക് കൊടുന്നോടും ഇവിടെ. അയ്യോ, സ്റ്റോക്ക് എടുക്കാൻ പോകുന്നവൻ. അപ്പത്തേന് പറിച്ച് സ്റ്റിക്കർ മറിച്ചേക്കട്ടെ. എടാ മോനെ, ഒന്നുമില്ലടാ അവിടെ. ഒന്നുമില്ല ദേ പോണ്. ഏയ് അവിടെ ഒന്നുമില്ലാന്ന്. പോയി. അപ്പോൾ എല്ലാ ഷെൽഫും കാലിയാണ്. ഷെൽഫെല്ലാം കാലിയായി. ഇനി എന്തൊക്കെ ഉള്ളത്? ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജ് പക്ഷേ ഫ്രിഡ്ജ് വലിയ പ്രശ്നമില്ല. നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് മെയിൻ ഐറ്റംസാണ് വേണ്ടത്. കമ്പ്യൂട്ടർ അവിടെ വാ, ഇവിടെ വന്നിരി. കുറച്ച് ഇവിടെ ഇരുന്നോട്ടല്ലേ കമ്പ്യൂട്ടർ. ആണ് അതാകുമ്പോൾ വരുന്നവർക്ക് ഗെയിമും കളിക്കാം. പ്രോഡക്ട്സ് നമുക്ക് എന്തായാലും 4 വെച്ചിട്ടല്ല വേണം. ഒരു $1200 കൂടി വാങ്ങിക്കും. നമ്മൾ എന്നൊരു 10,000 രൂപയുടെ പർച്ചേസ് നടത്തും കേട്ടോ. സ്റ്റോക്ക് മാത്രം 4 ബ്രെഡ് 4 പർച്ചേസ്. ബ്രെഡൊക്കെ ഫ്രണ്ട് വരെ ഇരുന്നോട്ടെ. തൽക്കാലം ഇവിടെ ഇരിക്കും. ഞാൻ പിന്നെ വന്നിട്ട് ഓർഡർ ആക്കാം. ബ്രെഡിൻ്റെ സെക്ഷൻ എവിടെ? ബ്രെഡ് എവിടെ? ബ്രെഡ് അവിടെ ഇരുന്നോട്ടെ. അവനത് ശരിയായിക്കോളും. ഞാൻ സ്റ്റോക്ക് ഇട്ടോളും. സെറിയൽ ഇവിടെ അല്ല, 2 സെറിയലല്ലേ. സെറിയൽ ഇവിടെ ഇരുന്നോട്ടെ. പോയി മോനെ, ബ്രെഡൊക്കെ വെച്ചോണേ. എല്ലാം ഒരു കുറവില്ലാണ്ട് വെച്ചോ. സെറിയൽ എവിടെ? സെറിയൽ അവിടെ. സെറിയൽ എല്ലാം സെറ്റാണ്. ഓൾ സെറ്റ്. ഇനി എന്തൊരു അടുത്ത പ്രൊഡക്റ്റ്? ഫ്ലോറ് 4 5 വേണം. എണ്ണ 5. എല്ലാം 5 വെച്ച് വാങ്ങിക്കാം. അതാകുമ്പോൾ ഒരു കറക്റ്റ് 10 വെച്ചിട്ട് എല്ലാം വരും. എണ്ണ നമുക്ക് ഇവിടെ വെക്കാം. എണ്ണ സാധാരണ ഈ സൈഡിലുണ്ടോ? ഓക്കെ, എണ്ണ സെറ്റ്. എണ്ണ കൊണ്ടുപോയി സ്റ്റോർ ചെയ്തിട്ട് ഓരോന്നിനൊപ്പം ഓരോ സാധനങ്ങളുണ്ട്. നമുക്കതൊക്കെ കറക്റ്റ് വെക്കണം.
നമുക്കൊരു 2 പണിക്കാരും കൂടെ എടുക്കണം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ സെറ്റാണല്ലോ. സെറ്റായി കഴിഞ്ഞാൽ ഇനി പണിക്കാരെടുക്കാം. ന്യൂ പണിക്കാരെ ലുക്കിങ്. നമ്മളെ മറ്റേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇതൊക്കെ ഞാൻ എവിടേക്കോ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഓർമ്മ കിട്ടുന്നില്ലല്ലോ. മോഡില് ഈ കുറച്ച് സാധനം വെച്ചിട്ട് ഇങ്ങനെ. അപ്പോൾ കുറച്ച് സാധനം ഇനി കൂടുതലൊക്കെ പ്രൊഡക്ട്സ് വരുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഹൗ ഐ വിൽ മാനേജ് ഓൾ ദ പ്രൊഡക്ട്സ്. ഏതാ ഇംഗ്ലീഷ് അല്ലേ? നമുക്ക് കാശൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണ്ടേ. ഞാൻ ഓഫർ പ്രൈസ് ഇട്ടിട്ടെ പട്ടേര് പാസ്ത 5 ഇങ്ങനെ വെച്ച് വാങ്ങിക്കുമ്പോൾ കുഴപ്പമില്ല. അല്ലാതെ നമുക്ക് ഇവിടെ വെട്ടിയൊക്കെ തലക്ക് കൊണ്ടിട്ട് അറിയാലോ പ്രശ്നം ഉണ്ടാക്കണം. സാർ ഇവിടെ ഷുഗർ പെട്ടെന്ന് സ്റ്റോർ ചെയ്യാം. നമുക്കൊരു സാധനം സ്റ്റോർ ചെയ്യാം. അതാകുമ്പോൾ സ്ഥലം മാറിപ്പോയില്ല. ഇതിലേക്ക് എനിക്ക് തന്നെ ഒരു ഇത് വരുന്നു. എവിടെ സ്ഥലം മാറിപ്പോയോ എന്നൊരു ഡൗട്ട് വരുന്നു. ഇതെവിടെ വെക്കോ? പാസ്ത ബ്രെഡിൻ്റെ സെക്ഷൻ ഇരിക്കട്ടെ. എവിടെ സ്റ്റോർ ചെയ്യുന്നു? താഴ്ത്തിരി. ഗ്യാസ് സ്റ്റേഷൻ സിമുലേറ്ററിൻ്റെ വീഡിയോ വരും കേട്ടാ. ഇന്ന് വരും മിക്കവാറും. ഇന്ന് ഈവനിങ്ങോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്നലെ വന്ന് കാണും, അല്ലെങ്കിൽ നാളെയോ. ഗ്യാസ് സ്റ്റേഷൻ ലൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് സ്റ്റേഷൻ സിമുലേറ്ററിൻ്റെ വീഡിയോ ഒക്കെ ഓൺ ദ വേ വരും. അത് പോയി. നെക്സ്റ്റ് പ്രൊഡക്ട്സ് വാട്ടർ ഉണ്ട്. നമുക്ക് വാട്ടറൊക്കെ ഒരു സെക്ഷനിലോട്ട് മാറ്റണമല്ലോ. വാട്ടറിൻ്റെ സെക്ഷൻ തന്നെ നമുക്ക് മാറ്റി. വാട്ടറൊന്നും ഇത്രണ്ണം വേണ്ട, 3 എണ്ണം. ചീസ് ഒരു 5 എണ്ണം. വാട്ടർ നമുക്ക് സ്റ്റോക്ക് ചെയ്യാലോ, കുഴപ്പമില്ല. വാട്ടറും ചീസൊക്കെ ഒരു ഓർഡർ ആക്കാണ്. ചീസ് തീർന്നിരിക്കുന്ന സാധനം തോന്നുന്നു. ഈ ഒറ്റക്കുള്ള ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ ഇതൊക്കെ ചീസ് ഒറ്റക്കുള്ള ഫ്രിഡ്ജിരിക്കട്ടെ. ഇല്ലാത്ത പോയില്ലേ? ചീസ് സ്റ്റോക്ക് ചീസ് അവിടെ ഇരിക്കട്ടെ. ഞാനിതാ ലൈക്ക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കാം. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ഓർഡറിൽ വെച്ച് പോവാം. എനിക്കിനി കട വലുതാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സെറ്റപ്പിലാണെങ്കിൽ കട വലുതാക്കുമ്പോൾ ഇനി ആ ഒരു ഓർഡറിൽ അങ്ങോട്ട് പോയാൽ മതി. പച്ചവെള്ളം ഫസ്റ്റ് ഇരിക്കട്ടെ. പച്ചവെള്ളം മുഖ്യം. ഇതൊക്കെ അങ്ങോട്ട് തിരിച്ചെടുക്കാം. പച്ചവെള്ളം എവിടെ ഇരുന്ന് സ്റ്റോക്ക് ചെയ്തിരുന്നത്? പച്ചവെള്ളം സ്റ്റോക്ക്. പച്ചവെള്ളം എപ്പോഴും മോഡിലേട്ടാ. കൊക്കക്കോളിൻ്റെ പെപ്സിലൊക്കെ മോഡിൽ. പച്ചവെള്ളം തണുത്തോളം വരണോ ഇനി? എന്തായാലും നമ്മളെ കട തണുത്തോളം അല്ലാത്ത മോശമായി പോയി. ചീസാത്ത് സ്റ്റോക്ക് ചെയ്ത് തീർത്ത അത്ര പെട്ടെന്ന്. പണിയെടുക്കുന്ന കേട്ടോ. നല്ല സ്റ്റോക്ക് കിട്ടും എത്ര കിട്ടുന്നു. കോഫി 5, കോഴിമുട്ട 5. കോഴിമുട്ടയാണ് നമുക്ക് 2 കോഴിമുട്ടയും ഒറ്റ അൽമറക്കകത്താക്കാണ്ട്. കോഫി പൗഡർ, ചായപ്പൊടി ഇരിക്കട്ടെ. നമുക്ക് ആ പാക്കറ്റിൻ്റെ ഇത് നോക്കിയിട്ട് വെക്കാം. ഐ മീൻ ഡിസൈൻ നോക്കിയിട്ട് വെച്ചേക്കാം. എല്ലാതും ഓരോ ഡിസൈനും ഓരോ സ്ഥലത്തിരിക്കട്ടെ.
നമുക്ക് ആ പാക്കറ്റിൻ്റെ ഡിസൈൻ കണ്ട തോന്നണം. ഈ ഡിസൈൻ ആ സെക്ഷനിലാണ്. അപ്പോൾ അതേപോലെ നമുക്ക് ഫില്ല് ചെയ്യാം. കോഴിമുട്ട മറ്റേതിൽ ഷെൽഫിലായിരുന്നു, അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ഡൗട്ട് വരും. നമ്മളെ മറ്റേ ഫസ്റ്റ് കളിച്ചത് നമ്മൾ പ്രൊലോഗായിരുന്നു. പ്രൊലോഗിൻ്റെ അകത്ത് കോഴിമുട്ട ഇരിക്കുന്നത് ഈ സാധാ ഷെൽഫിൻ്റെ അകത്താണ്, ഫ്രിഡ്ജിലല്ല. സ്റ്റോക്ക് എല്ലാം കൊണ്ടുപോയിട്ട് സ്റ്റോക്ക് വെക്കാം. അവനൊരു സൈഡിൽ നിന്ന് സാധനം തീർക്കുന്നുണ്ട് കേട്ടോ. നമ്മന്ന് പ്രൊഡക്റ്റ് പർച്ചേസിന് മാത്രമാണ് $1000 പൊട്ടിക്കാന്ന്. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് മാത്രമേ നമ്മളൊരു $1000 അങ്ങോട്ട് തീർക്കാൻ. അതാണ് ഉദ്ദേശിച്ചത്. മിൽക്ക് 5, ടീ ബ്ലാക്ക് 5, പീനട്ട് ബട്ടർ 5, ഫ്ലോർ 5, പിന്നെ വാങ്ങിക്കാം. എല്ലാം കൂടെ ഒരുമിച്ചെടുത്താലേ പണി പാടും. വെള്ളം പാലും അത് കൊള്ളാം. മെയിൻ ഐറ്റംസ് ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. വെള്ളം പാലും നല്ല സാധനം. ഹെൽത്തി ഡ്രിങ്ക്സ് ഒരു സെക്ഷൻ. ഇനി വെള്ളം ഹെൽത്തി ഡ്രിങ്കാണ്. കുഴപ്പമില്ല. ഇത് വിട്ടെ. ഇത്രയധികം പെട്ടിയുടെ ആവശ്യമില്ലല്ലേ. ഇത്രയധികം പെട്ടികൾ വേണ്ട. കുറച്ച് പെട്ടി കളയാം. എനിക്ക് തോന്നുന്നു കുറേ പെട്ടി ആയി കഴിഞ്ഞാൽ ഗെയിം ക്രഷാവും. അങ്ങനൊരു വീഡിയോ ഉണ്ടായിരുന്നു. അവനെന്തോ മോഡൊക്കെ ഇട്ടിട്ട് ഒരു 10,000 വെച്ചിട്ട് എല്ലാ സാധനത്തിൽ നിന്നും അങ്ങോട്ട് വാങ്ങി. അത് ഓൾറെഡി പറഞ്ഞിരുന്നു ഓർമ്മയില്ല. അവൻ എല്ലാ സാധനത്തിൽ നിന്നും 10,000 എണ്ണം വെച്ചിട്ട് അങ്ങോട്ട് സ്റ്റോക്ക് വാങ്ങി. അവൻ്റെ ഗെയിം 2 FPS. ഗെയിം ക്രാഷ് ആയി കാണും. മിക്കവാറും PC എത്തിക്കണം. അവിടെ പിടിച്ചു നിർത്തിയവനെ. ആര് വെട്ടി പാലിറക്കിയൊന്നും തീർന്ന ഇല്ല. സ്റ്റോക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം 10 എണ്ണം. ഇനി എന്താ ഉള്ളത്? എല്ലായിടത്ത് ഇനി പച്ചോയിൽ 5, സ്പഗാറ്റി 5. സ്പഗാറ്റി നമ്മൾ രണ്ടോ ഒരുമിച്ചിട്ടായിരുന്നു വെക്കണ്ടേ. ഇതാണ് ഞാൻ വെക്കാൻ വെച്ച ഷെൽഫ്. നീല ഫ്ലോറിൻ്റെ അടിയില. ഇതൊക്കെ ഇനി ഫില്ല് ചെയ്യണം കേട്ടോ. ഇതൊക്കെ ഫില്ല് ചെയ്യണം. എന്നിട്ടേ നിർത്തും ഞാൻ. എന്നിട്ടേ ഞാൻ പോവും. ഇതൊക്കെ ഫുള്ളാക്കണം. ഒരു ദിവസത്തെ കടയും തുറക്കണം. ഒരു ദിവസത്തെ കട തുറന്നാലേ ഫില്ല് ചെയ്യാനുള്ള കാശ് കിട്ടുമായിരിക്കും. എവിടാ ഹോട്ടലിലെവിടെ? ഹോട്ടലേ ഇത് കയ്യിലെടുക്കുമ്പോൾ അവിടെ ലൈറ്റ് എത്തണം. ഈ സാധനം ഇവിടെയാണ് വെക്കേണ്ടതെന്ന്. അത് കൊള്ളാം. അല്ല ഹോട്ടലിൽ ഞാൻ സ്റ്റോക്ക് വെച്ചിട്ടില്ല. സ്റ്റോക്ക് ഞാൻ വെച്ചിരുന്നില്ല. അങ്ങനത്തെ ഐറ്റംസൊക്കെ ബാക്കിലുണ്ടാവാം. ഹോട്ടലില്ല തേന് ഒക്കെ അവിടെ താഴത്തിരിക്കട്ടെ. ഈ പെട്ടി കുറേ ആയി. ഈ പെട്ടി ഇനി വേണ്ട. ഓടോട്ടി എന്താ ഹോട്ടലിൻ്റെ ഒപ്പം ഞാൻ ഇപ്പോൾ വെച്ചെന്തായിരുന്നു? ചുവപ്പ് ഫ്ലോറല്ലേ? അരിയൊക്കെ ഉണ്ടല്ലേ. ഉപ്പ് വേണ്ട. അയ്യോ ഉപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. ഉപ്പയുടെ ഉപ്പിൻ്റെ ഓരോ ജ്യൂസ്. പിന്നെ ഓൾറെഡി അവിടെ വെച്ചിട്ടില്ലേ? ഓക്കെ, ഒന്ന് സ്റ്റോക്ക് ചെയ്തേക്കാം. ഭയങ്കര സ്പീഡാ ഇത്. ലൈക്ക് കാണുമ്പോൾ നീക്ക് ചിലപ്പോൾ വീഡിയോ ഒക്കെ ബ്ലർ ആവുന്നുണ്ടാവും. മിന്നൽ മുരളിയാണ് ഞാൻ. മിന്നൽ മുരളി എന്തായിരുന്നു? ഇത്
സ്പാഗറ്റി പെട്ടി സാധനമൊക്കെ എനിക്കൊരു സ്ഥലത്ത് വെക്കാനായിരുന്നു. ഇവിടെ ഇരിക്കട്ടെ. ഈ പെട്ടി കുറവാ. സ്പാഗറ്റി സ്റ്റോർ വന്നു. അത് നമ്മൾ ഫസ്റ്റ് അന്ന് ഫില്ല് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ കറക്റ്റ് ഓർഡർ ആക്കി വെച്ചുകൊണ്ട് ഇതിപ്പോൾ ലാഭമാണ്. നമുക്ക് അത് മാറിപ്പോകത്തില്ല. ഇനി പുതിയ വരുന്ന ഐറ്റംസാണ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. പുതിയ വരുന്ന ഐറ്റംസിൽ ഇനി ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടണോ? അതുണ്ടെങ്കിൽ മുഞ്ചി. ഓറഞ്ച് ജ്യൂസ് വരെ വാങ്ങി. ബസ്മതി അരി, പഞ്ചസാര, ചായപ്പൊടി, പാസ്ത. ഓറഞ്ച് ജ്യൂസ്. അടുത്ത സെക്ഷൻ ഓറഞ്ച് ജ്യൂസാണ്. ആപ്പിൾ ജ്യൂസിൻ്റെ അടുത്ത് ഓറഞ്ച് ജ്യൂസ്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരുന്നു വേണമല്ലേ നമുക്ക് മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നതും. ഫിൽ ബസ്മതി, പശുമതി, ഓറഞ്ച് ജ്യൂസ്. അല്ലെങ്കിൽ നമ്മൾ ഇതിലൊക്കെ സാധനം വിട്ടുപോകും. അങ്ങനെ നമ്മൾ കറക്റ്റ് ഓർഡർ നോക്കി വെച്ചില്ലെങ്കിൽ പിന്നെ സാധനം മറന്നു പോകും. പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ ഇപ്പോൾ ഒരു ഓർഡറിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് അത് ആ ഒരു ഓർഡറിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം. അല്ലെങ്കിൽ പണിയാവും. ഉപ്പൊക്കെ പാക്കിൽ ഉണ്ടൊക്കെ പാക്കിൽ. നെക്സ്റ്റ്. അയ്യോ ഞാൻ ഇതുവരെ ഓർഡർ ചെയ്തത് ഓറഞ്ച് ജ്യൂസ് വരെ. സോഡ. അവിടെ ഈ കാശൊന്നും തീരുന്നില്ല കേട്ടാ. കാശ് എനിക്ക് തീർക്കാറ്റൊന്നും തോന്നില്ലല്ലോ ഇത്. കാശൊക്കെ കുറേ ഉണ്ട്. ഏയ് അവിടെ പോടാ. കോള പോച്ചേ. ഏതാ കോള? താഴത്തിരിക്കണ കോള. സാപ്പ്. ഓർണം ഉണ്ടാവില്ല സ്റ്റോക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഒറ്റക്കായില്ല. ഓ മുട്ട ഇങ്ങനെ ഒരെണ്ണുണ്ടായിരുന്നല്ലേ ഇവിടെ. ഈ സോഡ ഇതിൻ്റെ വേറെ കമ്പനിക്കാരൊന്നുമില്ല. അതുകൊണ്ട് ഇത് ഇവിടെ ഞാൻ ഇങ്ങനെ നിരത്തി വെക്കും. വെറൈറ്റി കളറുമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒപ്പം വെക്കാനുള്ള വേറെ ഐറ്റംസ് ഒന്നും വരുന്നത് വരെ തൽക്കാലം അതവിടെ തന്നെ ഇരിക്കട്ടെ. കോള ഞാൻ കോള കുടിക്കും. ഞാൻ സുന്ദരനല്ലേ. അയ്യോ ടൈമായില്ലേ? 24 മിനിറ്റായി വീഡിയോ. 24 മിനിറ്റ്. എത്ര ഉണ്ട്? ഇത്ര വേണുള്ളൂ. കഴിഞ്ഞു. ആപ്പിൾ ജ്യൂസ് ഉണ്ടോ? ആപ്പിൾ ജ്യൂസ് ഒരു 3 എണ്ണം മതി. ഡാർക്ക് സോഡ ഉണ്ട്. ഡാർക്ക് സോഡ ഇരുന്നോട്ടെ. വേണ്ട ഞാൻ ഓർഡർ ചെയ്യുന്നില്ല. ഡാർക്ക് സോഡ 5, ഇത് 5. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് കട തുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടാ. കട തുറക്കൽ പ്രശ്നമാവും. മിൽക്ക് ബോട്ടിൽസ് ഇവിടെ ഇരിക്കട്ടെ. അത് പെട്ടെന്ന് തീരുന്ന സാധനം കേട്ടോ. മിൽക്ക് ബോട്ടിൽ ഞാൻ കുറച്ച് കൂടുതൽ വാങ്ങിക്കൊണ്ടിരുന്നു. Let's go.
അപ്പോൾ ഈ ലൈക്കും എല്ലാവരും ലൈക്കൊക്കെ അടിക്കണം കേട്ടാ. ഈ ലൈക്കല്ലല്ല, ഈ വീഡിയോ എല്ലാവരും ലൈക്കൊക്കെ അടിക്കണം കേട്ടാ. ഈ വീഡിയോ 150 ലൈക്കിൽ അടുത്ത വീഡിയോ വരും. അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ അടിച്ച് പവറാക്കുക, വിഷയമാക്കുക. പ്രശ്നം ഉണ്ടാക്കരുത്. അവിടെ കഴിയും. ആപ്പിൾ ജ്യൂസ്. ആപ്പിൾ ജ്യൂസ് എടുക്കാമായിരുന്നു കേട്ടാ. നല്ല സ്റ്റോക്ക് എടുക്കാൻ ഇഷ്ടംപോലെ ഉണ്ട്. ബോൺ പപ്പ കേക്ക് വരെത്തി. ഇനി സാധാ കേക്ക്. കേക്കിന് ഈ സെക്ഷൻ കൊടുക്കുമോ? കേക്കിന് ഈ സെക്ഷൻ കൊടുക്കാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ചോക്ലേറ്റ്സ്. ഇവിടെ ചോക്ലേറ്റ്സ്. അങ്ങനെ വെക്കാം. എന്നെക്കാട്ടി ഓർമ്മ നിങ്ങൾക്ക് ആവും ചിലപ്പോൾ കേട്ടോ. ഞാൻ വെച്ച സ്ഥലങ്ങൾ ഒരു സാധനം വെച്ചതേ. ഇതൊക്കെ ഇനി സ്റ്റോക്ക് ചെയ്താൽ മതി. നമ്മൾ സ്റ്റോക്ക് വിളിക്കുന്ന സാധനമൊക്കെ ഡയറക്റ്റ് ഇതിൻ്റെ അകത്ത് വരണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഇത് നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റോക്ക് ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് സാധനം വരും. അങ്ങനെ ആയിരിക്കണം. അങ്ങനെയാണ് ഇപ്പോൾ പൊളിച്ചത്. എന്തൊക്കെ പണി കുറഞ്ഞിട്ടേനെ ഇതിങ്ങനെ കൊണ്ടുവെക്കുന്നതാണ് ഏറ്റവും വലിയ ചടങ്ങ്. അവിടെ പെട്ടി കൂടിയല്ലേ. നെക്സ്റ്റ് കേക്ക് വരല്ലോ ഇവിടെ. ഇത് ഈ കേക്ക് 5 ക്യാൻഡി. ക്യാൻഡിയൊക്കെ ചോക്ലേറ്റിൻ്റെ സെക്ഷൻ ഇരുന്നോട്ടെ. കേക്ക് ഇവിടെ. ക്യാൻഡി പുറത്ത്. കോട്ടൺ ക്യാൻഡിയാണ് അത്. കോട്ടൺ ക്യാൻഡിയാണെന്ന് തോന്നുന്നു. ഇവിടെ സാധനം സ്റ്റോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ എടുത്ത് പൂട്ടിച്ച് വെച്ചതായിരുന്നു. ലൈക്ക് എന്താ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, എടുത്തിട്ട് മാറ്റി വെച്ചില്ലേ. അതാണത്. കോട്ടൺ ക്യാൻഡി എവിടെ? കോട്ടൺ ക്യാൻഡി വേർ കിതർ? എവിടാ കോട്ടൺ ക്യാൻഡി സെക്ഷൻ ഇല്ല. അതായിരിക്കുന്നു. അപ്പോൾ ഇത് നിർത്തണ്ടേ? ഇങ്ങനെ പോയാലെങ്ങനെ? 30 മിനിറ്റായി. അല്ല 28 മിനിറ്റായി. 28 മിനിറ്റ്. ഒരു 35 മിനിറ്റ് ആകുമ്പത്തിനും ഇത് മൊത്തം തീർക്കണം. അവിടെ ഞാൻ കടയും തുറന്നിട്ട് പോകാൻ കേട്ടോ ഇന്ന്. അവിടെ ആ സാധനം ഇല്ലേ? ഇത് ഫുള്ളാണ്, കുഴപ്പമില്ല. എന്തൊക്കെ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ക്യാൻഡി വരെ ഓർഡർ ചെയ്ത്. ഇനി സിറിയൽ. അതാണ് ഫ്രണ്ട് വരിക്കുള്ളൊരു സാധനം. ചോക്ലേറ്റും സിറിയലും വന്നു. യെസ്. നല്ലത്. അവിടെ അത് ഇതിൻ്റെ മറ്റേ സിറിയലിൻ്റെ അടുത്തായിരുന്നു. താഴത്ത്. നിങ്ങൾ ലൈക്ക് ഇതും കൂടി പറയാട്ടോ. വീട്ടിൽ ഇപ്പം ഞാൻ അങ്ങനെ ഫില്ല് ചെയ്യണതൊക്കെ കാണിക്കണോ അതോ ഇതും കട്ട് ചെയ്തിട്ട്? അത് ആരും പറഞ്ഞില്ലായിരുന്നു. എല്ലാവരും വീഡിയോ ലെങ്ത്ത് കൂട്ടിക്കെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് മടുക്കില്ല ഇങ്ങനെ വീഡിയോ ഇത്രയും ലെങ്ത്തൊക്കെ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ. അതും കൂടി ഒന്ന് പറഞ്ഞേക്കേ, കമൻറ്റ് പറഞ്ഞാൽ മതി. ഇത് ലെങ്ത്ത് കൂട്ടണമെന്നല്ല. ഈ പാങ്ങൾ ഇങ്ങനത്തെ ഞാൻ ഈ സ്റ്റോറി ചെയ്യണത് കുറേ നേരമില്ലേ, ഒരു അരമണിക്കൂർ ഈ സ്റ്റോറി ഇങ്ങനെ ഇരുന്ന്. അപ്പോൾ അത് അത്രയും കട്ട് ചെയ്യണോ? അതാണ് ഞാനത് ലൈക്ക് തുടക്കം കാണിച്ച് അവസാനം കാണിക്കുന്ന ഒറ്റ പരിപാടിയില്ലേ. അപ്പോൾ ഞാൻ ലൈറ്റ് വെച്ചില്ലേ ഇന്ന്, അങ്ങനെ ഞാൻ ലൈറ്റ് ഊരിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. അതേപോലെ മതിയോ? എനിക്കിത് കുറച്ചും കൂടി കാണാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അത് പറ. അപ്പോൾ അതേപോലെ സെറ്റാക്കാം നമുക്ക്.
ഓ ഇത് വലിയ പെട്ടികളാവും കേട്ടോ, വലിയ പെട്ടികളാവും ഇപ്പോൾ വരിക. അതേ വന്നിരിക്കണം. ഇതൊക്കെ നമുക്ക് ഈ ഒരു അയ്യോ എടാ എൻ്റെ ആ ഒരു സെക്ഷൻ അങ്ങോട്ട് ഇവിടെ ഇരിക്കട്ടെ. പെട്ടില്ല. കാരണം ഞങ്ങൾക്ക് മടുക്കും ഈ ഇത്രയും ലെങ്ത് വീഡിയോസ് തന്നെ ഡെയിലി കാണുമ്പോൾ ഒരു മടുപ്പ് വരും. എനിക്ക് എത്ര മിനിറ്റ് ആക്കുവാണെങ്കിൽ അവൻ കാണാൻ കുറച്ചും കൂടി ഒരു കംഫർട്ട് ആവുക എന്നുള്ള പറയുവാണെങ്കിൽ ഞാനത് അതിനനുസരിച്ചിട്ട് കണ്ടന്റ് സെറ്റാക്കാം. അവിടെ ഈ വെള്ളക്കുപ്പി ഇവിടുന്ന് മാറ്റണമല്ലോ. അവൻ അപ്പത്തിന് സാധനം സ്റ്റോക്ക് എടുത്തിട്ട് വന്നു. ഇത് ഇവിടെ ഇരിക്കട്ടെ, കാരണം അപ്പുറത്തെ ലൈക്ക് കെമിക്കലിൻ്റെ സെക്ഷൻ, അത് കെമിക്കൽ. ഇവിടെ ഈ സ്റ്റിക്കർ അടുത്തില്ലെങ്കിൽ അവൻ കൂടുന്ന സ്റ്റോക്ക് കയറ്റും. നല്ല നായാണത്. അയ്യോ ലെവൻ സ്റ്റോക്ക് എടുത്ത് വരുമ്പോഴത്തേനും ഓക്കെ സെറ്റ്. സെയിം സാധനത്തിൻ്റെ പെട്ടിയിൽ വേറെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ വെച്ചായിരുന്നു ഹാർപിക് അബ്ബാസ്. ആളിന്നെ കടി ഫാസ്റ്റ് ആവണം കേട്ടാ. ഞാൻ മുമ്പെടുത്ത സാധനമൊക്കെ ആള് പില്ലാക്കിന്നോണ്. കുഞ്ഞപ്പൻ കുഞ്ഞപ്പാടേ വെട്ടി കാര്യാക്കി. ശരിയായ പണിക്കാരൻ കേട്ടാൻ. ഡിഷ് വാഷ് 5, ഹാൻഡ് സോപ്പ് 5. അവിടെ ഇതിനുള്ള സ്ഥലമൊന്നും അവിടെ ഇല്ല. എന്തരേറ്റോ ഒരിൻ്റെ അയ്യോ അവിടെ അറിയാത്തൊരു സാധനം കയറി. എന്താ അവിടെ കയറിയിരിക്കുന്നേ? ഇങ്ങോട്ട് വാ. ഈ നോട്ടല്ലനെ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റണം. കയറി കുട്ടി കയറി. ഇവിടെ ഇരിക്കട്ടെ. നോട്ടല് ഹണി ഇങ്ങോട്ട് വരട്ടെ. ഇവിടെ കെമിക്കൽ സെക്ഷനാണ്. കെമിക്കൽ സെക്ഷനിൽ എന്തിനാ ഇത്? നോട്ടല്ല ഹിയർ. എടാ ഫില്ലിയല്ലേ. അയ്യോ എടാ കഴിവേറി. പൊട്ടി. എടാ എന്ത് പരിപാടിയാണോ നീ കാണിച്ച്? മനുഷ്യന് ഒരു സെക്ഷൻ കാലിയായിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ മുതലടിന്ന് വന്നിട്ട് ഒക്കെ ഫില്ല് ചെയ്തിട്ട് അടിച്ചോൻ്റെ ചെറുതാ. ചെറു അവിടെ ഇരിക്കട്ടെ. അവനെന്തിന് എത്രയൊക്കെ ഇറങ്ങിയിട്ടൊക്കെ വരുന്നത്? ഞാൻ ബ്രെൻഡായി കേട്ടോ സാധനം വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പരിപാടി ഇതായിരുന്നു. പക്ഷെ $10,000 എനിക്ക് ഇതുവരെ സാധനമായിട്ട് തീർക്കാൻ പറ്റിയില്ല കേട്ടാ. അതുമാത്രമുള്ള എനിക്കൊരു വിഷമം. പക്ഷെ ഞാൻ തീർക്കും. കണ്ടോ ഇനിയാണ് ഇത്. ഇവിടെ ഷാമ്പു 5, ടോയ്ലറ്റ് പേപ്പർ 5. ഇനിയില്ല. ഇനി ഞാൻ മൊത്തം ഓർഡർ ചെയ്യാൻ പോവാൻ.
5. ഓക്കെ. ഹണി 5, ഷുഗർ 5, മുട്ട 5. ഓക്കെ. ഇനി ഞാൻ ഇതൊക്കെ ലൈക്ക് ഒന്ന് എടുത്ത് വെച്ചിട്ട് ബാക്കി വരാം. അതല്ലെന്ന് കുറച്ചുകൂടി നല്ലേ. ഇതൊക്കെ ഒന്ന് ഞാൻ അതിൻ്റെ അകത്ത് ഫില്ലാക്കി വെക്കട്ടെ കേട്ടാ. ഓക്കെ ഐസ്, അപ്പം ഞാനത് ഫുള്ളെടുത്ത് അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുമുണ്ട്. ചെറുതായിട്ട് മാറ്റം വരുത്തി കേട്ടാ. ഓ, ഒരു സാധനം വെക്കാൻ വിട്ടുപോയിരുന്നു. ടോയ്ലറ്റ് പേപ്പേഴ്സ് ഞാൻ ഈ സെക്ഷൻ മൊത്തം ഇങ്ങനെ വെക്കാൻ പോവാ. ഇത് എന്തിനാ കണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ മറ്റവൻ സ്റ്റോക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവൻ സ്റ്റോക്ക് വെക്കത്തില്ല. ഇതിൽ പറഞ്ഞുകൊണ്ടല്ലോ വേണ്ട, അവഞ്ഞ് കൊടുന്ന് വെച്ചോളൂ. ഇവിടെ ഉണ്ട്, സാധനം ഉണ്ടെന്ന് തോന്നുന്നു. സ്റ്റോക്ക് ഉണ്ട്. അപ്പം നമുക്ക് കട ഓപ്പൺ ആക്കുന്നതിൻ്റെ മുമ്പ് പ്രൈസും കൂടി ഒന്ന് സെറ്റ് ചെയ്യാണ്ട്. അയ്യോ, അത് ഞാൻ വിട്ടുപോയല്ല. പ്രൈസ് നമ്മൾ ലാഭത്തുമ്മൽ മറ്റേ മാർക്കറ്റ് പ്രൈസ് മുതൽ ഇരിക്കുന്നത്, അതൊന്ന് സെറ്റപ്പ് ആക്കാനുണ്ട്. 4.37. ഓ, ഇത് നല്ല വില കൂടിയല്ലോ. 7.6. അയ്യോ, 7.6. ഇത് കുഴപ്പമില്ല. 6. 90.5. 5.5. ഞാൻ അതിൻ്റെ പ്രൈസ് കൂടെ ഒന്ന് സെറ്റ് ആക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഫുൾ പ്രൈസിങ് ആൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, അവൻ ഇപ്പോഴും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. സാധനം എന്താ സ്റ്റോക്ക് കുറവുള്ളതാണോ? കുറേ സാധനം ഇല്ല കേട്ടാ. നമുക്കപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. നമുക്കെന്തായാലും ഷോപ്പ് തുറക്കാം. അപ്പോൾ എത്രയാണ് 8.3 തുടങ്ങിയതുകൊണ്ട് നമുക്കൊരു 4,000 കൂടി ചിലവാക്കിയാൽ നമുക്ക് ഇന്നത്തെ നമ്മളെ 10,000 ചിലവാക്കൽ തീരും. എന്തായാലും ഷോപ്പ് അങ്ങോട്ട് തുറക്കുവാണ്. എന്നിട്ട് ഇല്ലാത്ത സാധനമൊക്കെ എന്തൊക്കെയെന്ന് വെച്ചാൽ നോക്കട്ടെ. ഇത് ഇനി ഇവിടെ ആവശ്യമില്ല. ഇനി ഇവിടെ തന്നെ ആവശ്യം. ക്യാൻഡി 3 പിന്നെ മറ്റേ സാധനം 3, എന്തായാലും പറയാ, യോഗട്ട് 3. ക്യാൻഡി എവിടാ? ക്യാൻഡീനെ കാണുന്നില്ല. ക്യാൻഡി ഒരു കാര്യം ചെയ്യാം, ഞാനേ എല്ലാതും അങ്ങോട്ട് ഒരു 3 വെച്ച് ഓർഡർ ചെയ്യാൻ പോവാ. 3 പർച്ചേസ് 3 പർച്ചേസ് 3 പർച്ചേസ് 3 പർച്ചേസ് 3 അവിടെ മോനെ ഇത് കുറേ 3 അപ്പോൾ അവിടെ കാശ് കയറുന്നുണ്ട്, നമ്മളിന്ന് പോകുന്നുണ്ട് കേട്ടാ. അതും തീർത്ത് $223. അതും 3 പുറത്ത് മറ്റേ കുന്നുകൂടി കിടക്കുന്നുണ്ടാവും കേട്ടോ സാധനം. ഓ, കാശില്ല, വിശ്വാസമുള്ളത്. ഓക്കെ, ഇതിൻ്റെ ബില്ലും കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കാശ് ഏറെക്കുറെ ഇന്നത്തെ. അടുത്ത വീഡിയോയിൽ നമുക്കൊരു 3 പ്രൊഡക്റ്റ് ലൈസൻസ് അങ്ങോട്ട് വാങ്ങിക്കാം. അതിനുള്ള അത്യാവശ്യം എമൗണ്ട് വേണമെന്ന് തോന്നുന്നു.
അത് നമുക്ക് സെറ്റാക്കിയിട്ട് അടുത്ത വീഡിയോയിൽ ഫുൾ പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിയിട്ട് നമുക്ക് കട അങ്ങോട്ട് ഫുള്ളാക്കാം. ഇനി ഫ്രീ സ്പേസ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഫ്രീസർ വേണ്ടി വരും. ഇനി ഫ്രീസർ നമുക്ക് കുറച്ച് ഫ്രീസർ വാങ്ങിക്കേണ്ടി വരും. ഫ്രീസർ എവിടെ ഇടണം എന്ന് എനിക്ക് വലിയ ഒരു ഐഡിയ ഇല്ല. പക്ഷേ സെറ്റാക്കാം, പ്രശ്നങ്ങളല്ല. നമ്മൾ ഇത്രയും സെറ്റാക്കിയതല്ലേ, അപ്പോൾ ബാക്കി നമ്മളെ കൊണ്ട് സെറ്റാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഇടാൻ വേണമെങ്കിൽ ഫ്രീസർ ഒരു 4 അങ്ങനെ സ്ക്വയർ ഷേപ്പാക്കി ഇട്ടിട്ട് ഇടാം. പിന്നെ ഇവിടെ സ്ഥലം കുറവാണ്. ഫ്രിഡ്ജ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ടാക്കിയിട്ട് ഇവിടെ ഫ്രീസേഴ്സ് ആക്കാം. ഇവിടെ വരെയൊക്കെ ഫ്രീസർ ഇടാം. ഇവിടെയൊക്കെ ഇടാം, വലിയ പ്രശ്നമില്ല. ലോജിക്കലി നോക്കുവാണെങ്കിൽ ഫ്രീസർ മറ്റേ നമുക്ക് ഇങ്ങനെ തുറക്കുന്ന സാധനമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. ഞാൻ എല്ലാത്തിനും ഒരു 30-40 ആ ഒരു 30 സെൻറ്റ് 40 സെൻറ്റ് എന്നുള്ള രീതിക്കാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് കാശ് വില കൂടുതലാണ് സാധനത്തിനെന്ന് പറയാൻ ചാൻസ് കുറവാണ്. എന്നാലും നോക്കാം, ആരോടും പറയില്ല എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടാ. ഞാൻ കറക്റ്റൊരു ലാഭത്തിലിട്ടിരിക്കുന്നത് കാണാം. അവരും കൂടി ബില്ലടിച്ചിട്ട് ബാക്കി സാധനം ഓർഡർ ചെയ്യട്ടെ. എത്രയാണ് നമ്മളെ റെക്കോർഡ്? 100 എത്രയോളം $100 ആയിരുന്നില്ലേ? എനിക്കല്ലേ ഓർമ്മ ഉണ്ടാ? 120 160 ആവാണ് ടോപ്പ്. ഇപ്പം എത്ര വന്നിരിക്കുന്നതെന്ന് ടോപ്പ് ബയ്യർ ഫോട്ടോ വലിൻ്റെ ഇല്ല, മറന്നുപോയി ഫോട്ടോ എടുക്കാൻ. ഓക്കെ, ബാക്കി സാധനം കൂടി ഓർഡർ ചെയ്താൽ നമ്മളെ ഇന്നത്തെ ഇതങ്ങോട്ട് ഫുള്ളാവും. $10,000 സ്പെൻഡഡ് ഫോർ പർച്ചേസിങ് പ്രൊഡക്ട്സ്. $141. തീർന്നു കേട്ടോ, തീർന്ന്. നമുക്ക് കറക്റ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു 10,000. അപ്പോൾ 473. ഇവിടെ ഫ്രീ ഉണ്ട്. അവൻ്റെ അടുത്ത് സ്ലോ ആണ്. ഇങ്ങോട്ട് പോരെ. അവിടെ തന്നെ ക്യൂ നിൽക്കണം. ഇവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലേ. അവനിവിടെ ക്യൂ നിൽക്കാനൊരു ഇഷ്യൂ ഉണ്ട് കേട്ടാ. ഇവിടെ ആൾക്കാർക്ക് ക്യൂ നിൽക്കാനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സാധനം തിരിച്ചിടേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും എനിക്ക്. അപ്പോൾ കറക്റ്റാവും. 39. 390 അടി നോക്കാണ്. 90. മിച്ച വീണ്ടും കാശ് കൊടുത്തിട്ട് സാധനം വാങ്ങിക്കാൻ തുടങ്ങി കേട്ടാ. മുമ്പൊന്ന് ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് കുറഞ്ഞായിരുന്നു. അല്ല, ഞാൻ ഇതുവരെ പുറത്തേക്ക് നോക്കിയിട്ടില്ല. അടുത്ത ഓർഡർ കൂടി ഉണ്ട്, പുറത്തേക്ക് നോക്കാം. സ്റ്റോക്ക് എത്ര രൂപ വന്നെടുക്കേണ്ടതെന്ന് നോക്കട്ടെ. മിക്കവാറും അവിടെ ഒരു ഇതായിട്ടുണ്ടാവും, ഒരു കൂമ്പാരമായി കാണും. ഓക്കെ, $35 ബാക്കിയുണ്ട്. ഇവിടെ നിറഞ്ഞ്. അയ്യോ, ഇതൊക്കെ ഇനി ഫില്ല് ചെയ്യണ്ട ഞാൻ. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. അത് ഞാൻ ഫില്ല് ചെയ്തുകൊണ്ട് അത് ഞാൻ ഓഫ്ലൈൻ ഫില്ലിങ്. അപ്പോൾ അതങ്ങനെ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഗൈസ്. ഈ കട അടച്ചിട്ട് ഞാൻ ഇന്നത്തെ ഇത് കാണിച്ചുതരാം. ഇന്നത്തെ ചിലവ് അതിലുണ്ടാവില്ലേ. അപ്പോൾ ടോട്ടൽ സ്പെൻഡിങ് എത്രയാണെന്ന് കാണിക്കും. ഓക്കെ, അത് കാണിച്ചിട്ട് ഞാൻ നിർത്താം. ഞാൻ മിക്ക വീഡിയോയിൽ അത് കാണിക്കാൻ മറന്നു. ഞാൻ വീഡിയോ നിർത്തിയതിന് ശേഷം ആലോചിക്കാം, അയ്യോ ഇത് കാണിച്ചില്ലല്ലോ എന്നതിൽ. അപ്പോൾ അത് പിന്നെ ഇന്ന് ഞാനത് കാണിക്കാം. 9 മണിയായിട്ട് 9 മണിയായിട്ട് നിർത്താം. എല്ലാവരും സാധനം വാങ്ങി തരട്ടെ. സ്റ്റോറേജ് റൂം എന്തായാലും ഫുള്ളാവും. ഫില്ല വല്ല സാധനം ഉണ്ട്, എല്ലാം 3 വെച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് മാനേജ്മെൻറ്റ് ബില്ലടക്കാണ്ട്. കുറേ അടക്കാണ്ട്. അവിടെ കാശ് ബില്ലടക്കാൻ പോലും എൻ്റെ കയ്യിൽ കാശില്ല. സ്റ്റോറേജിൽ നമുക്ക് 6 ലൈസൻസ് വാങ്ങിക്കാൻ പറ്റും ശരിക്കും. പക്ഷെ നമുക്ക് ഈ 3 ഫസ്റ്റ് വാങ്ങിക്കാം. എന്നിട്ട് നമുക്ക് ഈ 3 അടുത്ത വീഡിയോയിൽ വാങ്ങിയിട്ട് സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം അടുത്ത 3 വേറൊരു വീഡിയോയിൽ നമുക്ക് വാങ്ങിക്കാം. എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങിയാൽ നമുക്ക് അകലമ്പായിപ്പോൾ. കുറച്ചത് ഓർഡർ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ഒരെണ്ണം വാങ്ങിക്കാനാണോ എനിക്ക്? എല്ലാം കൂടി വാങ്ങിയാലേ സെറ്റ് ആവുള്ളൂ. എല്ലാം കൂടി വാങ്ങിയാൽ സെറ്റ് ആവത്തില്ല. ഞാനിത് എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നത്? ബില്ല് കുഴപ്പമില്ല.
താങ്ക് യു. ബില്ലടക്കാലം കാശ് കിട്ടി. $69. അപ്പോൾ ടോട്ടൽ അടുത്തൊരു വീഡിയോക്ക് നമുക്ക് എത്ര ഡോളർ വേണ്ടി വരും? എന്തായാലും ഒരു വീഡിയോക്ക് വേണ്ടി ഞാൻ എത്ര ഡോളർ സ്പെൻഡ് ചെയ്യുന്നത്? ഷോ, ഇന്നലെ ഞാനൊരു $11,000 സ്പെൻഡ് ചെയ്ത് ലൈസൻസ് അല്ല കട വലുതാക്കാൻ. ഇന്ന് ഞാൻ $10,000 സ്പെൻഡ് ചെയ്തു ഇതാക്കാൻ. ഇതിനധികം റേറ്റ് നമ്മളെ ഇത്ര ദിവസം വെച്ച് നോക്കുമ്പോൾ വലിയ റേറ്റ് ഇല്ല കേട്ടോ. $5,000 മതിയാവും നമ്മളെ 3 പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കാം. സ്റ്റോക്ക് എടുക്കേണ്ടി വരില്ല ഈ സാധനങ്ങളൊക്കെ. അപ്പം വേണ്ടി വരും. $10,000-15,000 അപ്പോഴും വേണ്ടി വരും. 100 കറക്റ്റ് 100 നിർത്തായിരുന്നില്ല. എനിക്ക് 40 ഞാൻ ഡിസ്കൗണ്ട് എന്നിരുന്നല്ലേ. ടോയ്ലറ്റ് പേപ്പർ ഇല്ലെന്നാ? ഷിറ്റ്. ടോയ്ലറ്റ് പേപ്പർ ഞാൻ ഇങ്ങോട്ടാക്കി കേട്ടോ, കാരണം അവിടെ സ്ഥലമില്ല. വേസ്റ്റ് ഒട്ടൊന്നും കാണുന്നില്ലല്ലേ. ഓക്കെ, 9 മണി. അവിടെ ലൈറ്റിങ് സെറ്റല്ലേ? ലൈറ്റിങ്ങിനെ കുറിച്ചും പറയാം കേട്ടോ. ലൈറ്റിങ്ങിൻ്റെ സെറ്റാണ് തോന്നണം. നിങ്ങൾ പറഞ്ഞാലേ ലൈൻ്റെ ഒരു ദൂരമുള്ളൂ. ഞാൻ തന്നെ ചെയ്തിട്ട് ഞാൻ തന്നെ അടിപൊളിയെന്ന് പറഞ്ഞാൽ അലമ്പാവില്ലേ? അപ്പോൾ അത്യാവശ്യം വിളിച്ചിട്ടുണ്ടെന്ന് തോന്നണോ? ഈ ലൈറ്റ് വെക്കണമെങ്കിൽ നമുക്ക് ഈ ഗ്യാപ്പിൽ ഇവിടെ വെക്കാം. ഇവിടെ ഒന്ന് വെക്കാണ്ട് പിന്നെ അവിടെ ആ കോർണറിൽ വെക്കാണ്ട് ആ കോർണറിൽ ഒരെണ്ണം വെക്കാം. വേറെ ലൈറ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ബാക്കിയൊക്കെ പക്കയാണ്. അപ്പോൾ അത്ര ഇടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇത് നോക്കട്ടെ. ഫിനിഷ്. ഓക്കെ, സപ്ലൈ കോസ്റ്റ് $10,000. അപ്പോൾ നമ്മളിന്ന് കറക്റ്റ് $10,000 സ്പെൻഡ് ചെയ്തിട്ടുണ്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ താങ്കു ഇത് അവിടെ ഞാത്തിൻ്റെ മോണിലൊക്കെ. അപ്പോൾ ശരി ഗൈസ്, എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക. അപ്പോൾ ഈ വീഡിയോക്ക് ഒരു 150 ലൈക്ക് ആകുമ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണാം. അപ്പോൾ ശരി, ബൈ ബൈ, ടാറ്റാ.